പ്രിയപ്പെട്ട മിസ്റ്റർ സതീഷ് sir and dear friends at the Institute of Science, ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാനായിട്ട്. കാരണം ജെമ്മി സാറ് കുറച്ച് കാലം മുന്നേ നിങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നിലൂടെ കടന്നു പോയി. അപ്പോൾ ഞാൻ സയൻസൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സയൻറ്റിസ്റ്റുകളുടെ ഫോട്ടോ ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻ താടിയൊക്കെ വെച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആളെ പോലെ പല വിയേർഡ് ലുക്സാണ് അവർക്കൊക്കെ. അപ്പോൾ ലൂയിസ് പാസ്റ്റർ, ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു രൂപങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. അവർ വെരി സീരിയസ്, അവർ പൊതുവെ ടോക്ക് മച്ച്, പിന്നെ ഇങ്ങനത്തെ വിയേർഡ് ലുക്കൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, പിന്നെ ഹൈലി ഇൻ്റലക്ച്വൽ. അപ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു ഇങ്ങോട്ട് വരാൻ. അപ്പോൾ സാറ് എന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ഞാൻ ഐ വിൽ ലെറ്റ് യു നോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പതുക്കെ തടി തപ്പാറായിരുന്നു ശ്രമിച്ചത്. അപ്പം അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ. കാരണം നമ്മൾ ഈ പാവപ്പെട്ട ഫിസീഷ്യൻ വന്ന് നിങ്ങളുടെ അടുത്ത് ഇത്രയും വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പ്രത്യേക ലുക്സും അങ്ങനെ ഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ട് ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ പിന്നീട് ഞാൻ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഒരു എന്താ പറയുക ഇതിൻ്റെ ആലോചിക്കുന്നതിനായിട്ട് ഞാൻ ഐ റിക്കലക്റ്റഡ് മൈ മെമ്മറീസ്. സോ ഇയേഴ്സ് ബാക്ക് ഐ ഹാഡ് an opportunity to meet ഡോക്ടർ രാജാരമണ. അദ്ദേഹം ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഞാൻ എവിടെ പെർഫോം ചെയ്യായിരുന്നു. സോ ഹി വാസ് ദർ, ഹി വാസ് അറ്റൻഡിങ് മൈ കോൺസെർട്ട്. സോ ആഫ്റ്റർ ദാറ്റ് അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് അറിയായിരുന്നു, കണ്ട് പരിചയമുണ്ട്, മുഖമൊക്കെ പരിചയമുണ്ട്. പിന്നെ അങ്ങനെ അത്ര വിയേർഡ് ലുക്കൊന്നുമല്ല. അപ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പരിപാടിക്ക് ശേഷം വന്ന് കണ്ടു. വെരി നൈസ് അങ്ങനെ. പക്ഷെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ലുക്സിലൊന്നുമല്ല കാര്യം, അവർ വളരെ സാധുക്കളാണ്. അതായത് അവർ എന്താ പറയുക വെരി അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ഹി ഈസ് വെരി സിമ്പിൾ, ഡൗൺ ടു എർത്ത്. പിന്നെ അതുപോലെ വളരെ ഒരു സാധാരണ മനുഷ്യന്മാരാണെന്നുള്ളൊരു സത്യം എനിക്ക് അന്നാണ് മനസ്സിലായത് അവിടെ വെച്ചിട്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയാൻ ഹീസ് എ വെരി ഗുഡ് പിയാനിസ്റ്റ്. എനിക്കറിയില്ലോ അറിയുമോ അത്? ഈസ് എ ഫാന്റാസ്റ്റിക് പിയാനിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഈവൻ വി ട്രൈ ടു ഹാവ് എ കോൺസെർട്ട് ടുഗെദർ. ഹീസ് പ്ലേയിങ് ഓൺ ദ പിയാനോ ആൻഡ് ഐ എം ഓൺ ദ വയലിൻ. അപ്പോൾ അങ്ങനെയൊക്കെ എത്തി. ബട്ട് ദ ടൈം ബീങ് പെർമനൻറ്റ് ഹി ലെഫ്റ്റ് അസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺടെസ്റ്റിലാണ് എൻ്റെ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ മനസ്സിലായി നമ്മളൊക്കെ എന്താണ് ഫ്രണ്ട്സാണ്, വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായി എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം സാറിനോടും അതുപോലെ ഇതിൻ്റെ എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. Thank you so much for inviting me to this wonderful occasion of Cultural Fest Mudra, right? Okay. So let me start with my performance. First, ഞാൻ ഒരു ചെറിയൊരു കോമ്പോസിഷൻ done by myself based രാഗ് സിന്ധു ഭൈരവി. ചെറിയൊരു കോമ്പോസിഷനാണ്. Then we continue. പിന്നെ ഈ വയലിൻ്റെ ഷേപ്പ് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ ഒരു മുഴുവനായിട്ടൊരു വയലിൻ മേടിക്കായിരുന്നില്ലേ? അപ്പം ഞാൻ ഏതൊരു വേദിയിൽ വെച്ച് എൻ്റെ അടുത്തൊരു ആൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അത്ര പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഉള്ളത് കൊടുത്തപ്പോൾ ഇതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് ഇലക്ട്രിക് വയലിൻ ബൈ യമഹ.
Thank you so much. Next track, നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായൊരു മ്യൂസിക്കാണ്. So I will just play that and just see whether you identify that. Which one it is? Titan. Yes. Wow. Okay. Great. Titan made this piece very popular, but this is originally composed by Mozart. The pairing. Yes, 25th Symphony of Mozart. Give me a big round of applause, please. മൊസാർട്ട് എൻ്റെ ഒരു എന്താ പറയുക ഫാനാണ്. അതുപോലെ മൈ ഫേവറേറ്റ് കമ്പോസർ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഇന്ത്യൻ കമ്പോസറാണ് രാജ സാർ. അപ്പോൾ ഒരു ലെറ്റ് സി ഹൗ ദ വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്. ഒരു ഇന്ത്യൻ ഫോക്ക് സോങ്ങും അതുപോലെ ഒരു യൂറോപ്യൻ ഫോക്ക് സോങ്ങും തമ്മിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുമെന്ന് നോക്കാം. So I'm going to play that Symphony of Mozart, 25th Symphony, followed by a folk song by Raja sir.
താങ്ക് യു സോ മച്ച്. നമുക്ക് ഹലോ കുറച്ച് നമുക്ക് പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? മെലഡീസൊക്കെ ഇഷ്ടമാണോ നിങ്ങൾക്കൊക്കെ? ഓക്കെ, നമുക്ക് കുറച്ച് പഴയ പാട്ടുകളും ഒക്കെ ആയിട്ട് കുറച്ചൊരു അൺപ്ലഗ്ഡ് ആയിട്ട് നിങ്ങളൊക്കെ നന്നായി പാടും എന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ നല്ല കലാകാരന്മാരും അതുപോലെ കലാകാരികളും ഒക്കെ ഇവിടെ ഉണ്ട്. ഗായകരി പ്രാർത്ഥന കൂടെ നന്നായിരുന്നു. നിഖിൽ വെരി വെൽ. അപ്പം അങ്ങനെ നല്ല ഗായകരുള്ളൊരു സമൂഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് വി ഹാവ് ഫൺ, റൈറ്റ്? ഓക്കെ, അപ്പം ഞാൻ ആദ്യം കുറച്ച് പാട്ടുകളൊക്കെ വായിക്കാം. സോ ഇഫ് യു ഫീൽ ലൈക്ക് സിംഗിങ് അലോൺ, യു ആർ വെൽക്കം ടു ദാറ്റ്. തീർന്നല്ലേ അല്ലേ? ഓക്കെ, നമുക്ക് വേറെ പാട്ടുകളൊക്കെ പാടാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് സോങ്. രക്ഷയില്ലട്ടോ. ഓക്കെ, ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഹസ് ബിക്കം ഓൾമോസ്റ്റ് ലൈക്ക് നാഷണൽ ആന്തം ഓൾ ഓവർ ഇന്ത്യ. സോ എനിവൺ
apart from Malayalis here, maybe you can also join in this song. A.R. Rahman fans ഉണ്ടോ?
എന്തായാലും നിങ്ങൾ വളരെ നന്നായി പാടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ജുഗൽബന്ദി നടത്താനുള്ള ഒരു സ്കോപ്പ് കൂടിയുണ്ടല്ലോ. ഞാൻ ചെറുത് ഇങ്ങനെ വായിക്കാമായിരുന്നില്ല. അപ്പം നിങ്ങൾ വായിക്കുന്നത് വെറുതെ പാടുമോ തിരിച്ച്? ഒരു കോമ്പറ്റീഷൻ, ഇതിന് ഗപ്പില്ല. So you can sing La La La, just sing that, no, whatever I play, just sing that back. Okay, നമുക്ക് സ്പീഡ് നോക്കാം. We should learn, from their hospitality, how they. Because every time I meet, whenever I go to a Kannadiga's house, they say, "Utaita, you got Tifanaita, Kofaita, Banisa, Kutpurisa." They are so much affectionate. So I'm sorry, I have to play something.
come to the last track for this afternoon. So this is called, one of my compositions called Chakravyuha. So I'm just going to play the theme of that track. So anyway, once again, thank you so much for inviting me here, and thank you so much for all your support and encouragement. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു മുദ്ര എന്നുള്ളൊരു നിങ്ങളുടെ ഈ സംഘടന അല്ലെങ്കിൽ പ്രോഗ്രാം, ആൻഡ് ഐ തിങ്ക് യു ഗൈസ് deserve a huge round of applause. Because the way you have done this, the way you have carried out this program, even from this itself we can make out how, normally I expected a flex, but instead of that, you created something really marvelous. So really appreciate and all the talent and appreciate that, and thank you so much for bringing me here, and my sincere gratitude to everyone. Thank you so much. Clearly, that was truly a marvelous performance and a thoroughly enjoyable performance. So it was a complete honor to have you here, Namaga Shri. So let's hear it one more time for Mr. Manoj George. And on behalf of the entire Mudra team, we would like to present you a token of appreciation. For this, I'd like to call Professor Rajan Gurikul on stage.
ഇതുപോലെ ഒരു സംഗീത വിരുന്നിന് ശേഷം സംസാരിക്കുന്നത് ശരിയല്ല, ഇത് ആവശ്യമില്ലാത്ത കാര്യം.